Okay, next portion വന്നിട്ട് group capacity of piles ആണ്. So to determine the capacity of a pile group, the sum of the capacities of the individual piles is compared with the capacity of single large equivalent block pile and the smaller of the two values is taken. അപ്പോൾ നമ്മളൊരു പയൽ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പയൽ ഗ്രൂപ്പ് തരുവാണെങ്കിൽ ആദ്യം നമ്മൾ ആ പയൽ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽ പയലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫുൾ ബ്ലോക്ക് പയൽ, അതായത് ആ തന്നിരിക്കുന്ന പയൽ ഗ്രൂപ്പിൻ്റെ എല്ലാം സിംഗിൾ ലാർജ് ഇക്വലൻറ്റ് ബ്ലോക്ക് പയൽ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഈ രണ്ട് കപ്പാസിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ സ്മോളർ ആയിട്ടുള്ള വാല്യൂ അത് നമ്മൾ സെലക്ട് ചെയ്യും. ആ വാല്യൂ ഡിവൈഡഡ് ബൈ ആ വാല്യൂവിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അതേ ഡിവൈഡഡ് ബൈ ഒരു അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ലോഡ് ഓർ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളൊരു പയലിൻ്റെ ഗ്രൂപ്പ് കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ പയലിൻ്റെ കപ്പാസിറ്റി നോക്കും, പിന്നെന്താണ് ഇക്വലൻറ്റ് ബ്ലോക്ക് പയലിൻ്റെ കപ്പാസിറ്റി നോക്കും. ഈ രണ്ട് കപ്പാസിറ്റീസ്, ഈ രണ്ട് അൾട്ടിമേറ്റ് കപ്പാസിറ്റീസും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള സ്മോളർ വാല്യൂ ആണ് നമ്മൾ QU ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതേ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ലോഡ് ഓർ ഡിസൈൻ ലോഡ് ഓഫ് ദാറ്റ് പയൽ ഗ്രൂപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പയൽ ഗ്രൂപ്പ് ഇൻ കോസീവ് സോയിൽ നോക്കാം. സോ നമ്മൾ ആദ്യം സിംഗിൾ പയലിൻ്റെ ഓർ ഇൻഡിവിജ്വൽ പയലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് നോക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഇതെന്താണ്? ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പയലാണ് QU ഈസ് ഈക്വൽ ടു CP ഇൻറ്റു NC ഇൻറ്റു AP പ്ലസ് ആൽഫ ഇൻറ്റു Z ഇൻറ്റു AS. ആൻഡ് ഇത് നമുക്ക് ഇപ്പം N പയൽസിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി സം ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് N ഇൻറ്റു QU ചെയ്യുക. N ഇൻറ്റു QU, ദാറ്റ് ഈസ് QUG ഈസ് ഈക്വൽ ടു N ഇൻറ്റു QU. സോ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ പയലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി സമ്മാണ് QUG ഈസ് ഈക്വൽ ടു N ഇൻറ്റു QU. QUവിൻ്റെ വാല്യൂ ആണ് ഇത്. ഇത് നമുക്ക് പയൽ ബ്ലോക്ക് നോക്കാം. പയൽ ബ്ലോക്കിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ നോക്കാം. QGU ഈസ് ഈക്വൽ ടു CPNC ഇൻറ്റു APG പ്ലസ് ആൽഫ C ഇൻറ്റു ASI ഇൻറ്റു G. ഇവിടെ APG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പയൽ ബ്ലോക്ക് ആണ്. ആൻഡ് ASG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ഓഫ് പയൽ ബ്ലോക്ക്. സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഓഫ് പയൽ ഇൻറ്റു ലെങ്ത് ഓഫ് പയൽ. അപ്പോൾ ഇത് പയൽ ബ്ലോക്കിൻ്റെ സർഫസ് ഏരിയ ആയതുകൊണ്ട് പെരിമീറ്റർ ഓഫ് പയൽ ബ്ലോക്ക് ഇൻറ്റു ലെങ്ത് ഓഫ് പയൽ ആണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കാം. സോ ഈ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 1ഉം കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ഈ രണ്ട് വാല്യൂസും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ലീസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് പയൽ ഗ്രൂപ്പ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതേ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ലോഡ് ഓർ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് സിംഗിൾ പയലിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ഇത് വന്നിട്ട് പയൽ ബ്ലോക്കിൻ്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ഈ രണ്ട് വാല്യൂസിൽ നിന്ന് ഏതാണോ സ്മോളർ ആയിട്ടുള്ള വാല്യൂ അത് സെലക്ട് ചെയ്തിട്ടാണ് ആ വാല്യൂവിനാണ് നമ്മൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് പയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ആണ്. അപ്പോൾ പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി മെയിൻലി 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സ്പേസിങ് ഓഫ് പയൽ, പിന്നെ ഒരു റോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പയൽ ആൻഡ് ഒരു ഗ്രൂപ്പിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പയൽ. ആ പയൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഡയമീറ്റർ, ലെങ്ത്, മെയിൻലി മെറ്റീരിയൽ ഡയമീറ്റർ ലെങ്ത്, ഇതാണ് നമ്മൾ പയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. സോ ഈ 3 ഫാക്ടേഴ്സിനെയാണ് ഈ പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് നോക്കാം. സോ ദ പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ ഗ്രൂപ്പ് കപ്പാസിറ്റി ടു ദ സം ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് number of piles in the group. That is eta G is equal to QGU by N into QU. അതായത് പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ. എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ഗ്രൂപ്പ് കപ്പാസിറ്റി ഓഫ് പയൽ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് നമ്പർ ഓഫ് പയൽസ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പം ഇപ്പോൾ ഒരു പയൽ ഗ്രൂപ്പ് വന്നിരിക്കുകയാണെങ്കിൽ ആ പയൽ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് എഫിഷ്യൻസി, ഗ്രൂപ്പ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ആ പയൽ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽ പയലിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, അതിൻ്റെ എല്ലാം കൂടി സം, ദാറ്റ് ഈസ് N ഇൻറ്റു QU. സോ ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി മെയിൻലി 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അതായത് സ്പേസിംഗ് ഓഫ് പൈൽ, ടോട്ടൽ നമ്പർ ഓഫ് പൈൽസ് ഇൻ എ റോ ആൻഡ് നമ്പർ ഓഫ് റോസ് ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൈൽ മെയിൻലി മെറ്റീരിയൽ, ഡയമീറ്റർ ആൻഡ് ലെങ്ത്. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ സ്ക്വയർ ഗ്രൂപ്പ് ഓഫ് 9 piles was driven into soft clay extending to a large depth. The diameter and length of pile were 30 cm and 9 meter respectively. Unconfined compressive strength of clay is equal to 90 kN per meter square and pile spacing is 90 cm. Center to center, 90 cm center to center. What is the capacity of the group? Assume a factor of safety of 2.5 and alpha is equal to 0.75. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ സ്ക്വയർ ഗ്രൂപ്പ് ഓഫ് 9 piles തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്? 9 ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്. അതൊരു സ്ക്വയർ ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9 ഇൻഡിവിജ്വൽ പൈൽസിനെ ഒരു സ്ക്വയർ ഗ്രൂപ്പായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്പം 9 piles ആണ് സ്ക്വയർ ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പം ഈക്വൽ, എല്ലാ സൈഡ്സിലും ഈക്വൽ നമ്പർ ഓഫ് പൈൽസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 2 3 1 2 4 5 6 7 8 9. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, നമുക്ക് 9 piles ഒരു സ്ക്വയർ ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ആദ്യത്തെ റോയിൽ 3 pile, രണ്ടാമത്തെ റോയിലും 3 pile, മൂന്നാമത്തെ റോയിലും 3 piles കൊടുക്കാം. അപ്പോൾ ഇത് ടോട്ടൽ 9 piles കൊണ്ട് നമുക്കൊരു സ്ക്വയർ ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഗ്രൂപ്പ് ഓഫ് 9 piles തന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ക്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആ ഓരോ പൈൽസിൻ്റെയും, അത് ഇൻഡിവിജ്വൽ പൈൽസിൻ്റെയാണ് ഈ ഡയമീറ്റർ ആൻഡ് ലെങ്ത് തന്നിരിക്കുന്നത്. 30 cm ആൻഡ് 9 meter തന്നിട്ടുണ്ട് പൈൽസിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അതേപോലെ ഇത് സോഫ്റ്റ് ക്ലേയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലേയുടെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് QUൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 90 kN per meter square. ആൻഡ് പൈൽ സ്പേസിംഗ് തന്നിട്ടുണ്ട്. അതായത് പൈൽ സ്പേസിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ 9 പൈൽസിൻ്റെ സ്ക്വയർ ഗ്രൂപ്പാണ്. അപ്പോൾ പൈൽ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പൈൽസും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ, ദാറ്റ് ഈസ് പൈൽ സ്പേസിംഗ് ഈസ് 90 cm സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അഡ്ജസൻറ്റ് പൈൽസ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 90 cm എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ പൈൽ സ്പേസിംഗ്, സെൻറ്റർ ടു സെൻറ്ററുള്ള പൈൽ സ്പേസിംഗ് തന്നിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റിയും ആൽഫയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ പൈൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ സിംഗിൾ പൈൽ ഓർ ഇൻഡിവിജ്വൽ പൈലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക, അതിൻ്റെ സം എടുക്കുക, ആ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പൈലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ഈ ബ്ലോക്ക് പൈലിൻ്റെയും സിംഗിൾ പൈലിൻ്റെയും കപ്പാസിറ്റി വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അതേ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ഓർ സേഫ് ലോഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ്, എ സ്ക്വയർ ഗ്രൂപ്പ് ഓഫ് 9 piles തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 9 piles ആണ് വരുന്നത്. അത് നമ്മൾ സ്ക്വയർ ഗ്രൂപ്പായിട്ടാണ് കൊടുക്കുന്നത്. അതപ്പോൾ എങ്ങനെ കൊടുക്കാം? ഓരോ റോയിലും 3 piles വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് സ്ക്വയർ ഗ്രൂപ്പ് മീൻസ് എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ, 4 സൈഡും ഈക്വൽ ആണ്, ഈക്വൽ നമ്പർ ഓഫ് piles ആണ്. ആൻഡ് 9 piles വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9 piles ഉള്ളൊരു സ്ക്വയർ ഗ്രൂപ്പ് ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ വന്നിട്ട് 30 cm, ലെങ്ത് വന്നിട്ട് 9 meter. അപ്പോൾ ലെങ്ത് താഴേക്ക് ഡെപ്ത് ഉണ്ട് 9 meter തന്നിട്ടുണ്ട്. അതപ്പോൾ കോമൺ പൈൽ ഗ്രൂപ്പിൻ്റെ ഫുൾ ലെങ്ത് ഡെപ്ത് ആണ് 9 meter. നെക്സ്റ്റ് എന്താണ്, ഒരു പൈലിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 30 cm. അതായത് 30 cm മീൻസ് 0.3 meter ഒരു പൈലിൻ്റെ ഡയമീറ്റർ ആണ്. ഫുൾ ഇത് സർക്കുലറിലല്ല പോകുന്നത്. അപ്പോൾ ഡയമീറ്റർ D ഫുൾ വന്നിട്ട് 0.3 meter ആണ്, ഓർ 30 cm ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൈലിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്, പ്ലസ് എന്തും കൂടെ തന്നിട്ടുണ്ട്, ദ പൈൽ സ്പേസിംഗ് ഈസ് 90 cm സെൻറ്റർ ടു സെൻറ്റർ. അപ്പം ഇപ്പോൾ 2 പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് അല്ലെങ്കിൽ ആ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 cm, ഓർ അതിനെ നമ്മൾ മീറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.9 meter ആണ് വരുന്നത്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് തന്നിട്ടുണ്ട്, പൈൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഓരോ സൈഡും കണ്ടുപിടിക്കാമല്ലോ. ഈ ഫുൾ സൈഡ് എന്ത് വരും? ഈ ഫുൾ ലെങ്ത് കണ്ടുപിടിക്കണം. അതായത് ഇത്രയും 0.9, ഇത് കഴിഞ്ഞിട്ട് ഇതും എന്താണ് 0.9. അപ്പോൾ ഇത് രണ്ടും 0.9 ആണല്ലോ, ദാറ്റ് ഈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 × 0.9 എഴുതാം. കാരണം അഡ്ജസൻറ്റ് പൈൽസ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്താണ്? 0.9 തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ വന്നിട്ട് 0.9, ഇവിടെയും 0.9 ഉണ്ട്, ഇവിടെയും 0.9 ഉണ്ട്. സോ നമുക്കത് 2 × 0.9 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി എന്താണ്? ഇത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു പൈലിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 0.3 മീറ്റർ. ഇതിൻ്റെ എല്ലാം ഡയമീറ്റർ എത്രയാണ്? 0.3 മീറ്റർ ആണ്. അപ്പം ഈ പകുതിക്ക് വരെ ആകുമ്പോൾ എന്താണ് ബാക്കി വന്നിട്ട് ഇത് 0.15ഉം 0.3/2 റേഡിയസ് വന്നിട്ട് 0.15, ഇവിടെ എന്താണ് 0.15 ഉണ്ട്. ഓക്കെ, ഇവിടെയും 0.15 ഉണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും? അതായത് ഇത്രയും നമുക്ക് 0.9 + 0.9 കിട്ടി. ബാക്കി ഇനി 0.15 ഉണ്ട്, 0.15 ഉണ്ട്. സോ 0.15 + 0.15 എന്താണ്? 0.3 ആണ്. സോ ടോട്ടൽ ലെങ്ത് എന്ത് വരും? ഇതിൻ്റെ 2 × 0.9 പ്ലസ് ഇവിടുത്തെ 0.15ഉം ഇവിടുത്തെ 0.15ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0.3 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 2 × 0.9 + 0.3 നമുക്ക് 2.1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പൈൽ സ്പേസിങ്ങും പൈൽ ഡയമീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ ഒരു പൈൽ ഗ്രൂപ്പിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. പൈൽ സ്പേസിങ് നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 0.9 ആണ്. സോ 0.9 പ്ലസ് ഇതും 0.9 അത്രയും കിട്ടി. അപ്പോൾ 2 × 0.9 എഴുതി. ബാക്കി എത്ര വരും? ബാക്കി ഒരു പൈലിൻ്റെ ഡയമീറ്റർ 0.3 മീറ്റർ എന്നാണ്. ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ വരുമ്പോൾ ബാക്കി എന്തുണ്ട്? ഇത് 0.15 ആണ്, ഇതും 0.15 ആണ്. സോ 0.15 + 0.15 നമുക്ക് 0.3 എന്ന് വരും. അപ്പോൾ ഒരു സൈഡ് ടോട്ടൽ വന്നിട്ട് 2 × 0.9 + 0.3 നമുക്ക് 2.1 മീറ്റർ എന്ന് വരും. സോ ഈ സെയിം തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയെല്ലാം 2.1 ആണ്. കാരണം സെയിം നമ്പർ ഓഫ് പൈലും സെയിം സ്പേസിങ്ങിലാണ് ഇവിടെ എല്ലാം പൈൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്ക്വയർ ഗ്രൂപ്പാണ്. സോ എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ സൈഡെല്ലാം എന്താണ്? 2.1 മീറ്റർ ആണ്. അപ്പോൾ ഒരു പൈൽ ഗ്രൂപ്പിൻ്റെ സൈഡ് കണ്ടുപിടിക്കുന്നത് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ വരച്ചു, ഓരോ സൈഡിൻ്റെയും ലെങ്തും കണ്ടുപിടിച്ചു. ഓക്കെ, സൈഡ് ഓഫ് ബ്ലോക്ക് കണ്ടുപിടിക്കാതെ നമുക്ക് 2.1 മീറ്റർ എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ആ ടോട്ടൽ പൈൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ സിംഗിൾ പൈൽ ഫെയിലിയർ അല്ലെങ്കിൽ സിംഗിൾ പൈലിൻ്റെ കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ അതിൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇക്വേഷൻ എന്താണ്? QU = CP × NC × AP + alpha × C × AS. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി C എന്താണ്? C വന്നിട്ട് കൊഹിഷനാണ്. സിയുടെ വാല്യൂ കൊഹിഷനാണ്. ഇവിടെ കൊഹിഷൻ്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. ഇത് ക്ലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ക്ലേയുടെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. QUൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 90 kN/m². അപ്പോൾ കൊഹിഷൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? C = QU/2, ദാറ്റ് ഈസ് 90/2 നമുക്ക് 45 kN/m² എന്ന് കിട്ടും. സോ കൊഹിഷൻ്റെ വാല്യൂ കിട്ടി. ആൻഡ് NC നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അസ്യൂം NC = 9. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്ത് എഴുതാം. അപ്പോൾ NCയുടെ വാല്യൂ നമ്മൾ 9 ആയിട്ട് അസ്യൂം ചെയ്തു. നെക്സ്റ്റ് എന്താണ്? AP എന്താണ്? AP ഈസ് ദ ഏരിയ ഓഫ് പൈൽ. സിംഗിൾ പൈലിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിംഗിൾ പൈലിൻ്റെ ഏരിയ എടുക്കുക. ഒരു പൈലിൻ്റെ ഡയമീറ്റർ ഉണ്ട് 0.3 മീറ്റർ ഓർ 30 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? π/4 × 0.3². സോ π/4 × 0.3² ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ആൽഫയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ്? 0.75 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ 0.75 എഴുതി. ഇനി സിയുടെ വാല്യൂ എന്താണ്? 45 തന്നെ. കൊഹിഷൻ്റെ വാല്യൂ 45 ആണ്. ഓക്കെ, ഇനി AS എന്താണ്? AS ഈസ് ദ സർഫസ് ഏരിയ ഓഫ് പൈൽ. സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ × ലെങ്ത്. ദാറ്റ് ഈസ് ഇത് സിംഗിൾ പൈലാണ്. അപ്പോൾ സിംഗിൾ പൈലിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? പൈ × ഡയമീറ്റർ ആണ് സിംഗിൾ പൈലിൻ്റെ പെരിമീറ്റർ. പെരിമീറ്റർ × ലെങ്ത് ആണ് സർഫസ് ഏരിയ. പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ = സിംഗിൾ പൈലാണ്. ദാറ്റ് ഈസ് പൈ × D. പൈ × ഡയമീറ്റർ ഓഫ് ദാറ്റ് സിംഗിൾ പൈൽ. ദാറ്റ് ഈസ് പൈ × 0.3. പൈ × 0.3 ലെങ്ത് എത്രയാണ്? സിംഗിൾ പൈലിൻ്റെ ലെങ്ത് എത്രയാണ്? 9 മീറ്റർ. സോ പൈ × 0.3 × 9 ചെയ്യുമ്പോൾ ഇതെന്താണിത്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ഓഫ് സിംഗിൾ പൈലാണ്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 314.905 kN എന്ന് കിട്ടും. 314 അത്രയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ QU കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? QU കിട്ടി. നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ സം ഓഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ്. ഇപ്പം നമുക്ക് എത്ര പൈലാണോ തന്നിരിക്കുന്നത് അതിൻ്റെ മൊത്തത്തിൽ, ഇപ്പം നമ്മൾ ഒറ്റ ഒരു പൈലിൻ്റെ മാത്രമാണ് കണ്ടുപിടിച്ചേക്കുന്നത് QU. നമുക്ക് ടോട്ടൽ എത്ര പൈലുണ്ട്?
9 പൈലുണ്ട് ഓർ n നമ്പർ ഓഫ് പൈലുണ്ട്, പിന്നെ n നമ്പർ ഓഫ് പൈലിൻ്റെ QUയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ QUG ഈസ് ഈക്വൽ ടു n ഇൻറ്റു QU. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ സിംഗിൾ പൈൽ, ഒറ്റ ഒരു പൈലിൻ്റെ QU കണ്ടുപിടിച്ചു. ഇനി എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ 9 പൈൽസ് ആണ്. അപ്പം n നമ്പർ ഓഫ് പൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QUG ഈസ് ഈക്വൽ ടു n നമ്പർ ഓഫ് പൈൽസ് വന്നിട്ട് n ഇൻറ്റു QU. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, n ഈസ് ഈക്വൽ ടു 9. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ 9 പൈൽസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ n ഇൻറ്റു QU ദാറ്റ് ഈസ് 9 ഇൻറ്റു ദിസ് വാല്യൂ നമുക്ക് 2834.148 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിംഗിൾ പൈൽ ഗ്രൂപ്പിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കിട്ടി. നെക്സ്റ്റ് എന്താണ്, ബ്ലോക്ക് പൈലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ബ്ലോക്ക് ഫെയിലിയർ എന്ന ഹെഡിങ്, ഇങ്ങനെ ഹെഡിങ്ങിൽ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കണം, സിംഗിൾ പൈൽ ഫെയിലിയർ ഓർ സിംഗിൾ പൈൽ കപ്പാസിറ്റി. ആൻഡ് സെക്കൻഡ് വന്നിട്ട് എന്താണ്, ബ്ലോക്ക് ഫെയിലിയർ ഓർ ബ്ലോക്ക് പൈൽ കപ്പാസിറ്റി എന്ന് കൊടുത്തിരിക്കണം. അപ്പോൾ ബ്ലോക്ക് ഫെയിലിയറിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ വന്നിട്ട് QGU is equal to CPNC into APG plus alpha C into ASG. APG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈൽ ബ്ലോക്ക് ആൻഡ് ASG is the surface area of pile block. That is equal to perimeter of pile block into length of pile. സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എഴുതുക. ഇനി സിയുടെ വാല്യൂ എന്താണ്, കോഷ്യൻ്റെയും എൻ സിയുടെ ഒക്കെ വാല്യൂ സെയിം തന്നെയാണ്, 45 and 9. ഇനി APG എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈൽ ബ്ലോക്ക് ആണ്. ഇത് ബ്ലോക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ APG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്. ഇവിടെ നമ്മുടെ പൈൽ ബ്ലോക്ക് ഏതാണ്, ഇതാണ് നമ്മുടെ പൈൽ ബ്ലോക്ക്. ഓക്കെ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത് സ്ക്വയർ ആണല്ലോ. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് വരും, ഓരോ സൈഡും ഉണ്ട് 2.1. സോ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് വരും, 2.1 ഇൻറ്റു 2.1. അപ്പം APG തെറ്റിക്കരുത്, ബ്ലോക്ക് ഫെയിലിയർ എടുക്കുമ്പോൾ APG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക് ആണ്. സോ നമ്മളത് ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഓരോ സൈഡും അറിയാം 2.1 സ്ക്വയർ ആണ്. സോ അതിൻ്റെ ഏരിയ എന്താണ്, 2.1 സ്ക്വയർ, ദാറ്റ് ഈസ് 2.1 ഇൻറ്റു 2.1 പ്ലസ് ആൽഫയുടെ വാല്യൂം സിൻ്റെ വാല്യൂം സെയിം ആണ്, 1 ഇൻറ്റു 45. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ASG. ASG എന്താണ്, സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് പൈൽ ബ്ലോക്ക് ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ. അപ്പോൾ പെരിമീറ്റർ ഓഫ് പൈൽ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ത് വരും, ഇത് സ്ക്വയർ ആണ്, സ്ക്വയർ ബ്ലോക്ക് ആണ്. സോ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ബ്ലോക്ക് എന്ത് വരും, 4 ഇൻറ്റു 2.1. സോ നമ്മൾ പെരിമീറ്ററിൻ്റെ വാല്യൂ 4 ഇൻറ്റു 2.1 എഴുതി. നെക്സ്റ്റ് എന്താണ്, ലെങ്ത് ഓഫ് പൈൽ. ലെങ്ത് ഓഫ് പൈൽ എത്രയാണ്, അതായത് പൈൽ ബ്ലോക്കിൻ്റെയും പൈലിൻ്റെയും എല്ലാം കൂടി ഒരുമിച്ചുള്ള ലെങ്ത് എത്രയാണ്, 9 മീറ്റർ. സോ 4 ഇൻറ്റു 2.1 ഇൻറ്റു 9 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 5188.05 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കമ്പയർ ചെയ്യുക. അതിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അതിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂ ഏതാണ്, ഈ സിംഗിൾ പൈൽ ഫെയിലിയറിൻ്റെ QGU വാല്യൂ ആണ്. ദാറ്റ് ഈസ് 2834.15 കിലോ ന്യൂട്ടൺ ആണ് സ്മോളർ വാല്യൂ. സോ അതേ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റൻ ആസ് 2.5. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 1133.65 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പം ഈ പൈൽ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ സിംഗിൾ പൈൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അത് എത്ര പൈലാണോ അതിൻ്റെ n ഇൻറ്റു QU കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പൈലിൻ്റെ ബ്ലോക്കായിട്ട്, ആ പൈൽ ഗ്രൂപ്പിൻ്റെ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് ബ്ലോക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി QU കണ്ടുപിടിക്കുക. ആ രണ്ട് വാല്യൂസും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ സ്മോളർ വാല്യൂ അത് സെലക്ട് ചെയ്യുക. അതേ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ലോഡ് ഓർ ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഡൗട്ട് ഉള്ളവർ വന്ന് ചോദിച്ച് ക്ലിയർ ആക്കുക.